ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫേസ്ബുക്കൊക്കെ മതിയാക്കി പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ട്. അപ്പോൾ അതിൽ കുറേ പേര് വന്നിട്ട് എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണമില്ല കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു വട്ട അങ്ങനെ ഒരു പോസ്റ്റ് ഇടിയിൽ. അപ്പം അത് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ അതിനകത്ത് സന്തോഷം കണ്ടെത്തിയ കുറേ ആൾക്കാരുണ്ട്. സന്തോഷം കണ്ടെത്തിയ ആൾക്കാർ ഇനി വന്നേ പോകല്ലേ, കണ്ടേ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിനി പടക്കം മേടിച്ച് പൊട്ടിച്ചോന്നൊക്കെ, എനിക്ക് പായസമൊക്കെ വെച്ചിട്ട് 10 പേർക്ക് സദ്യയൊക്കെ കൊടുത്തോന്നൊക്കെ എനിക്ക് അറിയത്തില്ല. അത്ര സന്തോഷമാണ്. പക്ഷെ എനിക്കറിയാൻ പറ്റിയ വേറെ കാര്യം എന്താണെന്നാണ്, ഇവർക്ക് എന്ത് ശത്രുത എന്നോടുള്ളതെന്നാണ്. ഇവരേതാന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഏതാന്ന് ഇവർക്കും അറിയത്തില്ല. അവർക്ക് പിന്നെ എന്നോട് എന്ത് ശത്രുതയുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളറിയാവുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് വിഷമം അല്ലെങ്കിൽ അവർക്ക് ശല്യമാകുന്ന രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം. ഇത് എനിക്കൊരു വിധത്തിൽ ഇവരെയൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണും ഒന്ന് പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോടിയെന്ന്. ചേച്ചിയുടെ പണി എന്തോ ചേച്ചിയെ? അല്ല, ചേച്ചിയുടെ പണി എന്തുവാ? മാന്യമായിട്ട് വല്ല പണിയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. മാന്യമായിട്ടുള്ള പണി വല്ലതാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ വരാം ജോലി ചെയ്യാൻ. ജോലിയൊന്നും ഇല്ലാത്തോണ്ടാ വെറുതെ കുത്തിയിരുന്ന് വീഡിയോ ഇടുന്നത്. സത്യം. എന്തേലും മാന്യമായിട്ട് വല്ല പണിയുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തേക്കാം കേട്ടാ, പണിക്ക് വിളിക്കണേ. പിന്നെ ഒരു രാജേഷ് കൊല്ലം, അവനെ അടുത്ത് ഞാൻ ദൂരെ ഇറങ്ങും. അവർ 2 ദിവസം കൊണ്ടൊരു ഫോട്ടോ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് പേടിപ്പിക്കുന്നു. ആ ഫോട്ടോയിൽ ഒന്നും പേടിപ്പിക്കാനൊന്നുമില്ല, ഒന്നും പേടിപ്പിക്കാനില്ല. അത് ഞാനും എൻ്റെ ചേച്ചിപ്പണും ഒക്കെ. പിന്നെ അതിനകത്തിരിക്കുന്ന ആളെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതുമാണ്. അതൊന്നും പേടിക്കാനൊന്നും ഇല്ല. പിന്നെ അവനെ എടുത്ത് തന്നെ എറിഞ്ഞ്, കാരണം അവൻ ആരാന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് എറിഞ്ഞത്. അവൻ എന്നോടുള്ള ദേഷ്യം തീർക്കുന്നതല്ല അതിനകത്ത് ആ ഫോട്ടോ ഇട്ട്, മറ്റേ കക്ഷികളുള്ള ദേഷ്യം തീർക്കുന്ന. അവർ തമ്മിൽ ശത്രുക്കളാ. അപ്പം അവനെ എങ്ങനെയൊക്കെ നാറ്റിക്കാമെന്ന് വെച്ചാൽ നാറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ അവനെ നാറ്റിക്കുന്നതിന് ഞാൻ കൂട്ടിക്കത്തില്ല. അതുപോട്ടെ, അത് വേറെ വിഷയം. പിന്നെ ഞാനിവിടെ വീഡിയോസ് ചെയ്യുന്നതിനോ പോസ്റ്റ് ഇടുന്നതിനോ ഒക്കെ ഇവർക്കെന്നാ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. ഇവരാണോ എനിക്ക് ഫോൺ വാങ്ങിത്തന്നത്? ഇവരാണോ എൻ്റെ ഫോണിൻ്റെ റീചാർജ് ചെയ്ത് തരുന്നത്? ഇവരാണോ എൻ്റെ ഫുൾ കൺട്രോളർ? അല്ല, അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലായിരിക്കും. ഇഷ്ടപ്പെടാത്തവർ നോക്കണ്ട ഇങ്ങോട്ട്, അത്രയല്ലേ ഉള്ളൂ. നമ്മളെ ഇഷ്ടമുള്ള എത്രയോ പേരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് സന്തോഷം, കുറേ പേർക്ക് സന്തോഷം, കുറേ പേർക്ക് വിഷമം, കുറേ പേർക്ക് ദേഷ്യം. ഞാൻ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടതുപോലെ പൊതുജനം പലവിധം ഒരു വിഷയം ഇട്ടതാ. അയ്യോ, അപ്പോൾ ഞാൻ അന്നേരം തൊട്ട് ആലോചിക്കുക, ഇതെന്താ ഇവർക്ക് എന്നോട് ഇത്ര ദേഷ്യം? എന്നെ കണ്ടിട്ടുണ്ടോ, അറിയാമോ? അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അതൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറയണം. എടി, നീ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രതികരിച്ചല്ലോ, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ, അങ്ങനെ വ്യക്തമായിട്ട് പറയണം. ഇത് എവിടെയോ കിടക്കുന്ന നിങ്ങൾ, എവിടേക്കോ കിടക്കുന്ന ഞാൻ. കാണുമെന്ന് ഉറപ്പില്ല, കണ്ടിട്ടില്ല, ഇനി കാണുമെന്നും ഉറപ്പൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവർ തമ്മിൽ ഭയങ്കര ശത്രുത. എന്തിൻ്റെ പേരിലാണോ എന്തോ എൻ്റെ യേശുപ്പച്ച എനിക്കറിയത്തില്ല. ഈ ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരോട് ഇത്ര ശത്രുത വയ്ക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ ഒന്ന് ഓർത്ത് സമ്മതിക്കണം. ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരോട് ഇത്ര ശത്രുത വയ്ക്കണം, അവരെ ഒന്നോർത്ത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ.
സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. പിന്നെ ഞാൻ എന്താ, അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ പറയാം. വേറെ ഒരു കാര്യമുണ്ട്, എല്ലാം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ നല്ല പുണ്ണാക്കിയെന്ന് പറയണ്ട. കമ്മലൂരി പണയം വെച്ചോന്നൊന്നും ചോദിക്കണ്ട, കമ്മലൊക്കെ ഊരി ഇവിടെ വെച്ചിട്ടുണ്ട്, പണയൊന്നും വെച്ചിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. എന്താ പറ്റി, കമ്മലില്ലല്ലോ, എന്താ പറ്റി ഇങ്ങനെ ഇരിക്കുന്നേ അങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങളൊക്കെ കേൾക്കാൻ. അതൊക്കെയാണ്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.